KPCCയുടെ നേതൃത്വത്തിൽ ഗസ ഐക്യദാർഢ്യവുമായി രംഗത്ത് വരുമ്പോൾ അത് CPMനെതിരെയുള്ള ഒരു പടയൊരുക്കം എന്ന് തന്നെ പറയേണ്ടി വരും. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2, അതായത് നാളെയാണ് മാ നിഷാദ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗസയിൽ വംശഹത്യക്കിരയാകുന്ന ആയിരക്കണക്കിന് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പരിപാടി സംഘടിപ്പിക്കുമെന്നാണ് KPCC അറിയിച്ചിരിക്കുന്നത്. ഏകദേശം വൈകുന്നേരം 5 മണിയോടനുബന്ധിച്ച് നടക്കുന്ന ഐക്യദാർഢ്യ സദസ്സുകളിൽ സാമൂഹിക, സാംസ്കാരിക, കലാരംഗത്തെ പ്രമുഖരാണ് പങ്കെടുക്കാൻ പോകുന്നത്. KPCCയിൽ രാവിലെ തന്നെ 10 മണിക്ക് ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചനയും ഇതോടനുബന്ധിച്ച് നടക്കും. വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും അതുപോലെ തന്നെ ശ്രമദാനവും സംഘടിപ്പിക്കുകയാണ് KPCC. നേരത്തെ സർക്കാർ തലത്തിൽ മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇത് അതിന് ബദലല്ലെങ്കിലും കോൺഗ്രസും ഒരു ചരിത്ര മുഹൂർത്തത്തിന് ആതിഥ്യമരുളുകയാണ്. ഒക്ടോബർ 2-ാം തീയതി കോഴിക്കോട്ട് CPMും സമാന പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഗസയിലെ ഇസ്രായേലിൻ്റെ മനുഷ്യക്കുരുതിക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 25-ന് കൊച്ചിയിൽ ഒരു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത് നമ്മൾ കണ്ടു. അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും കാറ്റിൽ പറത്തി ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളുമെല്ലാം ഇങ്ങനെ ബോംബിട്ട് തകർക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിനെതിരെ ജനമനസാക്ഷി ഉയർത്തുക കൂടിയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, എനിക്ക് ഇന്ത്യയിലൊരു സഹോദരി ഉണ്ടെന്നും ആ സഹോദരിയുടെ പേര് ഇന്ദിരാഗാന്ധിയാണ് എന്നും പറഞ്ഞത് പലസ്തീനിലെ യാസർ അറാഫത്താണ്. അദ്ദേഹം അന്നു മുതൽ തന്നെ ഇന്ത്യയുമായുള്ള ബന്ധം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് മനുഷ്യരെയാണ് ഓരോ ദിവസവും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഏകപക്ഷീയമായ യുദ്ധമാണ് തുടങ്ങിയിട്ടുള്ളത് ഇസ്രായേൽ. ആ യുദ്ധം തുടങ്ങി ഇതിനോടകം തന്നെ 65,000-ലേറെ പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇതിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് പറയുമ്പോൾ യാതൊരു മനുഷ്യത്വവുമില്ലാത്ത മുന്നേറ്റമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തോടൊപ്പം പട്ടിണി കിടന്നും കുട്ടികളടക്കം നിരവധി പേർ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ മനസാക്ഷി മരവിച്ച ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ കൂടിയുള്ള സമരമാണ് KPCC നാളെ നടത്തുന്നത്.